നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മുടെ പെരുമാനി എന്ന നമ്മുടെ സിനിമ റിലീസായി. അപ്പോൾ വളരെ നല്ല റെസ്പോൺസാണ് മുഴുവൻ സ്ഥലങ്ങളിലും കിട്ടുന്നത്. നമ്മൾ ചെയ്ത സിനിമ ജോണർ ഒരു കോമഡി ഈ ഡ്രാമ ജോണറാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ കോമഡി പടം ചെയ്തിട്ട് ആളുകൾ ചിരിച്ചിരിക്കുമ്പോൾ പറ്റുമോ? പെരുമാനിയുടെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ രണ്ട് സ്ഥലത്തുനിന്ന് ഷോ ഉണ്ട്. അപ്പോൾ രണ്ട് സ്ഥലത്തുനിന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ചിരികളുണ്ടായിരുന്നു. ആളുകൾക്ക് സിനിമ വളരെ ഇഷ്ടമായെന്ന് പറയുന്നത്. അപ്പോൾ ഇനിയുള്ള നമ്മുടെ ശ്രമം ഈ പറയാം എങ്ങനെയെങ്കിലും ആളുകൾ തിയേറ്ററിലേക്ക് കൂടുതൽ ആളുകൾ എത്തുമ്പോഴാണ് സിനിമ വിജയിക്കുന്നത്. തിയേറ്ററിലേക്ക് എത്തിക്കുക എന്നുള്ള മാത്രമാണ്. ബാക്കി നമുക്ക് വേണ്ടി നമ്മുടെ സിനിമ സംസാരിക്കും. ഞാൻ എൻ്റെ മൈക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകൻ സുഹൃത്ത് നജുൽ ദേവികയായി മാറുന്നു. നമസ്കാരം. വിനി പറഞ്ഞ പോലെ തന്നെ ഭയങ്കരമായ പോസിറ്റീവ് റിവ്യൂസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അത് ആളുകളിലേക്ക് എത്തുക എന്നുള്ള ഒരു ഉദ്യമമാണ് ഞങ്ങളുടെ മുന്നിലുള്ള എത്തിക്കുക എന്നുള്ളത്. ഞങ്ങളുടെ കോൺഫിഡൻസ് ഞങ്ങളുടെ കോണ്ടന്റിൽ തന്നെയാണ്. ഞങ്ങൾക്ക് ഉറപ്പാണ് ആളുകൾക്ക് സിനിമ കണ്ടാൽ ഇഷ്ടപ്പെടുന്നുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിരി വരും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട്. അപ്പം ആളുകൾ അതിലേക്ക് തിയേറ്ററിലേക്ക് എത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിൻ. നിങ്ങളത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷകർ വിശ്വസിച്ച് ഈ സിനിമ വിശ്വസിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഫാമിലിയായിട്ട് ഇത് സർട്ടിഫിക്കറ്റ് ഒക്കെയാണ്, ധൈര്യപൂർവ്വം നിങ്ങൾക്ക് തിയേറ്ററിലേക്ക് വരാം, സിനിമ കാണാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇനി ഞാൻ ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. ഇതിൻ്റെ ആദ്യത്തെ പ്രസ് മീറ്റാണ്. അപ്പോൾ അതിൽ എക്സൈറ്റ്മെൻ്റ് ഉണ്ട് എനിക്ക്. ഇങ്ങനെ ക്യാമറയിൽ കാണുമ്പോൾ ഒരുപാട് ടെൻഷനുണ്ട്. അപ്പോൾ നമ്മുടെ പെരുമാനി എന്ന് പറഞ്ഞ മനോഹരമായ സിനിമ റിലീസായി. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. പെരുമാനി എന്ന് പറയുന്നത് ഒരു നാടിൻ്റെ കഥയാണ്. ഒരുപാട് ചിരിക്കാനും ചിന്തിപ്പിക്കാനും പറ്റിയൊരു സിനിമ തന്നെയാണ് പെരുമാനി. ഈ സിനിമയിൽ ഞാൻ നായികയായിട്ടാണ് ചെയ്യുന്നത്. ഫാത്തിമ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. 20ഓളം നല്ല ടാലൻറ്റഡ് ആക്ടേഴ്സ് ഉള്ള സിനിമയാണിത്. ഐ ഫീൽ ബ്ലെസ്ഡ് ടു ബി എ പാർട്ട് ഓഫ് ദിസ് വണ്ടർഫുൾ മൂവി. അപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്താം. ഇത്രയും നല്ലൊരു സിനിമ നിങ്ങൾ ഒരിക്കലും തിയേറ്ററിൽ നിന്ന് മിസ് ഔട്ട് ആയി പോകരുത്. കാരണം അത്രയും അടിപൊളിയായിട്ടുള്ള മ്യൂസിക്, വിഷ്വൽസ് ആയാലും ഈവൻ ഡയലോഗ്സ് ആയാലും ഒരുപാട് ചിരിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റ് വാച്ച് ആണ് ഈ മൂവി. മാക്സിമം സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാധിക. മച്ചേട്ടൻ ഡയറക്ട് ചെയ്ത അപ്പൻ എന്നുള്ള സിനിമയിലൂടെയാണ് ഞാൻ ഏതായിരുന്നു എൻ്റെ ഡെബ്യൂ. ഇതേപോലെ എൻ്റെ ഫസ്റ്റ് പ്രസ് മീറ്റ് ആണിത്. അപ്പോൾ വീണ്ടും പെരുമാനി എന്നുള്ള സിനിമയിലൂടെ റംലു എന്നുള്ളൊരു ക്യാരക്ടർ ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് മച്ചേട്ടനോട് ഒരുപാട് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. പിന്നെ പെരുമാനി എന്നുള്ളത് ഈ പറഞ്ഞ പോലെ ഒരു ഗ്രാമത്തിന്റെ കഥയാണ്. മച്ചേട്ടൻ ക്രിയേറ്റ് ചെയ്തൊരു വേൾഡാണ് പെരുമാനി. അതിലേക്ക് 70ഓളം ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരികയായിരുന്നു. പിന്നെ ആ ക്യാരക്ടേഴ്സൊക്കെ ഒരുമിച്ച് ഒരു കഥ പറയാൻ ശ്രമിക്കുന്നതാണ് പെരുമാനി എന്നുള്ള ഞങ്ങളുടെ സിനിമ. ആ സിനിമ കണ്ട ആളുകൾക്ക് പോസിറ്റീവ് റിവ്യൂസ് ആണ് നമ്മളത് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് ഭയങ്കര സന്തോഷമായി. അതിന്റെ പ്രീമിയർ കഴിഞ്ഞപ്പോൾ തന്നെ പോസിറ്റീവ് റിവ്യൂസ് ആണ് കേട്ടോണ്ടിരുന്നത്. അപ്പം തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ ഇപ്പോൾ 2 ഷോസും കൂടെ കഴിഞ്ഞപ്പോൾ ഇതുവരെ കിട്ടിയതെല്ലാം പോസിറ്റീവായിട്ടുള്ള റിവ്യൂസ് ആണ്. മലയാളത്തിലൊക്കെ റീസെന്റ് ഇറങ്ങുന്ന കുറച്ച് കാലങ്ങളായിട്ട് ഇറങ്ങിക്കൊണ്ടിരുന്ന സിനിമകളിൽ നിന്നും വ്യത്യസ്തമായൊരു തിയേറ്റർ അനുഭവമാണ് ഈ സിനിമ തരുന്നത് എന്നൊക്കെ ആളുകൾ പറയുമ്പോൾ ഒരുപാട് സന്തോഷം. ആ സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞങ്ങൾ ഇവിടെ ഒത്തുചേരുന്നു. എന്തുകൊണ്ടാണ് ഈ ഹാസ്യം, ആക്ഷേപഹാസ്യം എന്ന ആ ഒരു രീതിയിലേക്ക് ഈ സിനിമയെ കൊണ്ടുവരാൻ തോന്നിച്ചതിന്റെ ഒരു അല്ല, ഇത് ഞാൻ അപ്പൻ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തപ്പോൾ അതൊരു ചെറിയൊരു ഡാർക്ക് ലൈൻ ഉണ്ടായിരുന്നു ആ സിനിമയ്ക്ക്. എന്നും എൻ്റെ ഫേവറേറ്റ് സിനിമകൾ രഘുനാഥ് ബലേരി സാറിൻ്റെ
ടൈപ്പ് ഓഫ് അദ്ദേഹം ചെയ്തിരിക്കുന്ന പൊന്മുട്ടിരുന്ന താറാവ് അല്ലെങ്കിൽ അത്തരം സിനിമകളാണ് എൻ്റെ അത് റിപ്പീറ്റഡ് വാച്ച് ഒരുപാട് നടക്കുന്ന സിനിമകളാണ്. മറ്റു സിനിമകൾ ഇഷ്ടമാണെങ്കിൽ കൂടി ഇത് പ്രത്യേക ജോണർ സിനിമകൾ അല്ലെങ്കിൽ എനിക്ക് ഇപ്പം ദേശത്തിന്റെ കഥ പോലെ അല്ലെങ്കിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥകൾ പോലെ എനിക്കൊരു വേൾഡ് ഭയങ്കരമായി ഇഷ്ടമുള്ളതാണ്. അപ്പോൾ എനിക്ക് അത്തരത്തിലൊരു സിനിമ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ എൻ്റെ ഫസ്റ്റ് ഇത് ഞാൻ ആദ്യം എഴുതിയിരുന്ന സ്ക്രിപ്റ്റുമാണ്. അപ്പം ആദ്യ സിനിമ അത്തരമൊരു പരീക്ഷണത്തിൽ വലിയ വൈഡായിട്ട് പറയാനുള്ള ധൈര്യവും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് പിന്നീട് മാറ്റി വെച്ചത്. ഇപ്പം അത് നടന്നു. അതിന് പ്രത്യേകിച്ച് എനിക്കിപ്പോൾ ഇത്തരം കഥകൾ പറയുമ്പോൾ മുഹമ്മദ് ബഷീറിന്റെ കഥകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അതിനകത്തൊരു ഫൺ എലമെന്റ്, ഒരു ഹാസ്യം അതിനകത്ത് ലയിച്ച് കിടക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ തന്നെയാണ് ഈ സിനിമയെ നമുക്ക് പറയേണ്ട കുറെ കാര്യങ്ങൾ എനിക്ക് തോന്നി ഇത് സീരിയസ് ആയിട്ട് പറഞ്ഞതിനേക്കാളും അപ്പൻ അത്തരത്തിൽ തന്നെ പറയേണ്ട സിനിമയാണ് ഇത്ര സീരിയസ് ആയിട്ട്. ഇത് തീർച്ചയായിട്ടും ഹാസ്യത്തിന്റെ സപ്പോർട്ടോടുകൂടി പറയേണ്ടതാണെന്ന് തീർച്ചയായിട്ടും തോന്നലുണ്ടായിരുന്നു നേരത്തെ. അതുകൊണ്ടാണ് അത്തരത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നത്. അന്ധവിശ്വാസങ്ങളെ അടിച്ചമർത്തുന്ന ഇതാണ് ഉദ്ദേശം മെയിനായിട്ട്, കോമഡി എന്നല്ലാതെ കൂടാതെ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അന്ധവിശ്വാസങ്ങൾ ആരും പ്രൊമോട്ട് ചെയ്യുന്നില്ല ഒരു സ്ഥലത്തും. എനിക്ക് തോന്നുന്നില്ല ആർക്കും താല്പര്യമുള്ളത്. അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസം അല്ല എന്നുള്ളതാണല്ലോ. വെറുതെ എന്തിനാണ് ഒരു അന്ധം എന്നൊക്കെ പറയുന്നത് കാഴ്ചയില്ല അങ്ങനത്തെ തരത്തിൽ തന്നെ പറയുമ്പോൾ അന്ധവിശ്വാസം ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മളതിനെ എൻകറേജ് ചെയ്യുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് അങ്ങനെ ഇത് ഒരു ഈ നാട്ടിൽ വിശ്വാസമുണ്ട്, അന്ധവിശ്വാസമുണ്ട്, സ്നേഹമുണ്ട്, പ്രണയമുണ്ട്, ശരിയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഒരു മനുഷ്യന്റെ ഒരു നാട്ടിലേക്ക് നമ്മൾ ക്യാമറ വെച്ച് നോക്കിയാൽ ഇത് എല്ലാ സ്ഥലത്തും സംഭവിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് നമ്മൾ പറഞ്ഞേ ഉള്ളൂ. അതിനല്ലാതെ അതിന് നെഗറ്റീവായിട്ട് കാണിക്കുന്നൊന്നുമില്ല. ഇത് നമ്മൾ നെഗറ്റീവായിട്ടൊന്നും പറയുന്നില്ല, ഈ വിശ്വാസത്തിന് പോസിറ്റീവായിട്ട് പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. പിന്നെ പ്രേക്ഷകർക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം, അവർക്ക് തോന്നുന്ന രീതിയിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം എന്നുള്ള തരത്തിൽ. ഇപ്പൊ ഞാനൊരു സിനിമ ചെയ്തിട്ട് ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത് പറയാനൊന്നും ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ സിനിമയാണ്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം, വ്യാഖ്യാനിക്കാം. അപ്പനിലാണെങ്കിലും അതുപോലെ തന്നെ ഈ പെരുമാനിയിലാണെങ്കിലും കോമൺ ആയിട്ട് കണ്ടത് ചില മനുഷ്യരുടെ ഉള്ളിലുള്ള ചില സ്വഭാവങ്ങൾ അത് നന്നായിട്ട് പുറത്തേക്ക് ആവിഷ്കരിച്ചിട്ടുണ്ട് സിനിമയിൽ. നമ്മൾ പുറത്തേക്ക് അറിയുന്നുണ്ട് അവരുടെ ഉള്ളിൽ ഇതായിരുന്നു എന്നുള്ളത്. അത് ആ തരത്തിലൊക്കെ ചിന്തിച്ച് തന്നെയാണോ ശരിക്കും സിനിമ? ഞാൻ സാധാരണ എഴുതുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ചില പരിചിതങ്ങളായ ആളുകളിലേക്കൊക്കെ ഞാൻ വയ്ക്കും, ഇയാളായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും ബിഹേവിയർ. അപ്പൊ അത്ര ഡീറ്റെയിലിംഗ് ആയിട്ട് എല്ലാ കഥാപാത്രങ്ങളിലേക്കും പോകും. ഇപ്പം അപ്പൻ എഴുതുന്ന സമയത്ത് ഞാൻ ജയകുമാർ കൂടെയാണ് എഴുതിയത്. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ ഓരോ കഥാപാത്രങ്ങളിലേക്കും പോകും. ടി എന്ന് പറഞ്ഞ കഥാപാത്രം അപ്പന്റെ കഥാപാത്രത്തിൽ നിന്ന് ഞങ്ങൾ നോക്കും, അയാളുടെ പോയിന്റ് ഓഫ് വ്യൂ ഇയാള് എങ്ങനെയായിരിക്കും, ഇത്ര ചുറ്റുമുള്ള നാലാളുകൾ എങ്ങനെയായിരിക്കും കാണുക, ഇയാളോട് എങ്ങനെ ബിഹേവ് ചെയ്യും, അയാളോട് എങ്ങനെ ബിഹേവ് ചെയ്യും എന്ന് കൃത്യമായി സ്റ്റഡി ചെയ്തിരുന്നു. അപ്പൊ തിരിച്ചു അങ്ങോട്ട് ഓരോ കഥാപാത്രങ്ങളിൽ ഇങ്ങനെ നോക്കിയിരുന്നു. അതേപോലെ തന്നെയാണ് ഇപ്പോൾ പെരുമാനിയിൽ വരുമ്പോഴും ഇവര് ഏതൊക്കെ ക്യാരക്ടേഴ്സ് തമ്മിലാണ് ബന്ധപ്പെടുന്നത്. അപ്പൊ അത്തരത്തിൽ അവരുടെ ഉള്ളിലുള്ള സംഭവം മറ്റൊരാൾ എങ്ങനെ കാണുന്നു എന്നുള്ള സംഗതികളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് തന്നെയാണ്. പിന്നെ കൃത്യമായ ഓരോ ക്യാരക്ടേഴ്സിനും ഒരു ഗ്രാഫ് വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. വെറുതെ ആളുകളൊക്കെ തമാശ പറയാനൊന്നും പ്ലേസ് ചെയ്യരുത് എന്നുള്ളൊരു തീരുമാനം ആദ്യത്തിലുണ്ടായിരുന്നു. മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അല്ലേ കഥ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അത് എത്രത്തോളം റിസർച്ച് വേണ്ടി വരുന്നു? കാരണം അന്ധവിശ്വാസങ്ങളെ എടുത്ത് കാണിക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അല്ലെ കഥ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിലൂടെ അന്ധവിശ്വാസം എടുത്ത് കാണാൻ വേണ്ടി എത്രത്തോളം റിസർച്ച് വേണ്ടി? ഇല്ല, ഇതിപ്പോ ഞാനൊരു മുസ്ലിം വിശ്വാസിയായിട്ടുള്ള ഒരാളാണ്. അപ്പം ഞാൻ എൻ്റെ നാട്ടിലോ അല്ലെങ്കിൽ എൻ്റെ പരിചിതമായ നാടുകളിലോ കണ്ട സംഗതികളൊക്കെ തന്നെയാണ്. അതിന് തെറ്റായിട്ടൊന്നും അല്ല ഈ സിനിമ. നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാക്കും, അത് തെറ്റായിട്ടൊന്നും അല്ലെന്നാണ് പറയുന്നത്. അന്ധവിശ്വാസം ഉണ്ട്, അവിടെ വിശ്വാസമുണ്ട്, രണ്ടും ഉണ്ട്. അത് ശരിയോ തെറ്റോ ഒന്നും നമ്മൾ പറയുന്നില്ല. അതൊക്കെ പ്രേക്ഷകർ തീരുമാനിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. അവർക്ക് തോന്നണം ഇത് ശരിയായിരുന്നു ഞാൻ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഇതാണോ ശരി അതാണോ ശരിയെന്ന് അവർ തീരുമാനിച്ചോട്ടെ. അപ്പൊ നമ്മളതിന്റെ പ്ലസും മൈനസും പറയുന്നുണ്ട്. ഡീറ്റെയിലേക്ക് പോകാനായിട്ട് തീർച്ചയായിട്ടും എനിക്ക്
സംഭവങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനകത്ത് എക്സ്ട്രാ സ്റ്റഡിയൊന്നും വേണ്ടിയൊന്നുമില്ല. ഞാൻ ചെറുപ്പകാലങ്ങളിൽ മുതൽ ഞാൻ കണ്ടു ശീലിച്ച സംഭവങ്ങൾ തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് വന്ന 3 സിനിമകൾ, ഇപ്പം ആട്ടമാണെങ്കിലും അതുപോലെ സോമന്റെ പിതാവ്, അതുപോലെ തന്നെ ഇപ്പൊ ഈ പെരുമാനി എന്ന് പറയുന്ന 3 സിനിമകളിൽ വെച്ച് നോക്കി കഴിയുമ്പോൾ പൊതുവായ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കുട്ടികൾക്ക് വരെ ഒരു മെസ്സേജ് കൊടുക്കുന്ന, എന്തെങ്കിലും ഒരു നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന ഒരു സ്വഭാവമാണ്. അപ്പൊ അതങ്ങനെ തിരഞ്ഞെടുക്കുന്നതാണോ അതോ വന്നിരുന്ന കഥകളൊക്കെ അങ്ങനെ മാറുന്നതാണോ? തെരഞ്ഞെടുക്കുന്നതല്ല, ഞാൻ തെരഞ്ഞെടുക്കപ്പെടുക. പറയുന്ന പോലെ ഇവര് നമ്മളെ തെരഞ്ഞെടുത്തിട്ട് ഞാനൊരു സിനിമ ചെയ്യുന്ന ക്രൈറ്റീരിയ അല്ല, മെസ്സേജ് കൊടുക്കുക എന്നുള്ള ക്രൈറ്റീരിയ എനിക്കില്ല. പിന്നെ അപ്പനെ സംബന്ധിച്ച് നേരത്തെ മജു പറയുന്നതിനോട് ഞാൻ പെരുമാനിനെ സംബന്ധിച്ച് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് മജുവിനോട് നല്ലതായിട്ട് തോന്നുന്ന കാര്യം, ഒരിക്കലും ഒരു മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സിനിമയിലൊന്നും പറഞ്ഞിട്ടില്ല. ഒരു കഥയാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തിന്റെ സാഹചര്യമായിരിക്കും എന്തായിരിക്കും ആ മെസ്സേജ് വന്ന് ചേരുന്നതാണ്, ഓർഗാനിക്കായിട്ട് വന്ന് ചേരുന്നത്. നമ്മൾ എപ്പോഴും മെസ്സേജ് നമ്മൾ പറയുന്നത് അത് ഏത് ആർട്ട് ഫോമിൽ കൂടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ആലോചനമാണ് അല്ലെ. അപ്പൊ അത് അങ്ങനെ ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ ഉള്ളൊരു ബാധ്യത ഒരു സിനിമ കണ്ട് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. വി ആർ സ്റ്റോറി ടെല്ലേഴ്സ്. നമ്മളൊരു കഥ പറയുന്നു, മെസ്സേജ് പലപ്പോഴും എന്റെ ബൈ പ്രൊഡക്റ്റ് ആകാന്നുള്ള ഒട്ടും നമ്മള് എല്ലാ ഗംഭീര സിനിമകൾ നോക്കിയോ അവര് മെസ്സേജ് കൊടുക്കുന്ന സിനിമകള് അല്ലെങ്കിൽ മെസ്സേജ് കൊടുക്കുക എന്ന് പറയുന്നത് പ്രൊപ്പഗാൻഡയായി മാറും. മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, ഞാനല്ല ആ സംവിധായകൻ. ഇപ്പൊ പ്രഭുവിന്റെ മക്കൾ എന്ന സിനിമ എടുക്കേണ്ടായി. അതൊരു മറ്റേ പറയുന്ന പോലെ സിനിമയാണ്. അത് പ്രൊപ്പഗാൻഡ സിനിമയാണ്, അത് മെസ്സേജിന് വേണ്ടിയിട്ട് അദ്ദേഹം എടുത്ത സിനിമയാണ്. വേറെ സിനിമകളിലൊന്നും അങ്ങനെ നമുക്കൊരു ക്രൈറ്റീരിയ അല്ല, മെസ്സേജ് പലപ്പോഴും വന്ന് ചേരുന്നതാണ്. ഈ സിനിമ ഇപ്പൊ അപ്പൻ കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു, അപ്പൊ അപ്പനിൽ നിന്ന് വന്ന ആ ഒരു അനുഭവത്തിൽ അന്ന് കോവിഡ് സമയമായിരുന്നു. അപ്പൊ ഇന്ന് തിയേറ്ററിൽ വരുന്ന പ്രേക്ഷകരോടൊക്കെ പോയിടുന്നതാണ്. അപ്പൊ അതിന്റെ വ്യത്യാസം എന്താണെന്നുള്ളത് തോന്നി? അതിപ്പോ ഞാനിപ്പോ സിനിമ ഇറങ്ങി ഈ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാകുന്നു എന്നുള്ളതാണ്. കാരണം അപ്പൻ OTT-യിൽ ഇറങ്ങിയ സമയത്ത് ഒരുപാട് പേര് കണ്ടിരുന്നു, പക്ഷെ എന്നാലും സമയം എടുത്തിരുന്നു. ഞാനാണ് ആ ക്യാരക്ടർ ചെയ്തിരുന്നത് എന്നൊക്കെ ആളുകൾ മനസ്സിലാക്കി വരാനും ഒക്കെ കുറച്ച് സമയം എടുത്തിരുന്നു. പക്ഷെ ഇതിപ്പോ തിയേറ്റർ റിലീസ് ആയതുകൊണ്ട് ഒരുപാട് പേർക്ക് ആ ഒരു ഞാനാണ് ഈ ക്യാരക്ടർ ചെയ്തത് എന്നുള്ളത് മനസ്സിലായി. ഇപ്പൊ ആസ് എൻ ആർട്ടിസ്റ്റ് എന്നെ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. തിയേറ്റർ സിനിമകൾ ഉറപ്പായിട്ടും OTT-യെക്കാളും നല്ല റിസൾട്ട് ആയിരിക്കും ആർട്ടിസ്റ്റുകൾക്കും എല്ലാം തരാം. പിന്നെ കോവിഡ് സമയത്ത് ഷൂട്ട് ചെയ്ത സിനിമയാണ് അപ്പൻ. എന്നാൽ എനിക്ക് ആ സമയത്ത് സിനിമയെ പറ്റി ഒന്നും അറിയില്ല. അപ്പനായിരുന്നു ഫസ്റ്റ് മൂവി. എനിക്ക് സിനിമ എന്റെ പ്ലാനിലും ഇല്ലാതിരുന്നൊരു സമയമായിരുന്നു. അപ്പൊ മരിച്ചേട്ടൻ വിളിച്ചു, മരിച്ചേട്ടൻ പറഞ്ഞിരുന്ന പോലെ തന്നെ ഞാൻ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ കൂടുതൽ അതിനെപ്പറ്റി കൂടുതൽ അതിലേക്ക് ഞാൻ എന്റെ സൈഡിൽ നിന്നുള്ള ഇൻപുട്ട് എക്സ്ട്രാ അങ്ങനെയുള്ള സംഭവത്തിനെ പറ്റി അന്ന് അത്ര ബോധഡായിരുന്നില്ല. പക്ഷെ ഇപ്പോ കുറച്ചും കൂടി ചെയ്തു വന്നപ്പോ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് കാണാനും പിന്നെ ഒരുപാട് പേരുള്ള സിനിമയായിരുന്നു. അപ്പനാണെങ്കിൽ ഒരു 4-5 ക്യാരക്ടേഴ്സിന്റെ ഇടയിലാണ് ഞാൻ എന്റെ സീക്വൻസ് ഫുള്ളുണ്ടായിരുന്നത്. പക്ഷെ ഇത് ഇത്രയും ആളുകളുടെ കൂടെ ഇത്രയും വലിയൊരു സിനിമയിൽ ഇത്രയും ഒരു ഗ്രാമത്തിൽ ഇത്രയും ആളുകളുടെ ഇടയിൽ എന്റെ ഒരു ക്യാരക്ടറും കൂടെ ഉണ്ട് എന്നുള്ളത് അതൊരു ഡിഫറെന്റ് ഫീലാണ്. OTT-യിൽ വന്നൊരു സിനിമയെ വെച്ച് തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ അത് ഭയങ്കര ഡിഫറെന്റ് ഫീലാണ്. നമ്മൾ ലോക്കാവുകയും ഒരു കറക്റ്റുള്ള ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ റംലു അത് പൊളിച്ച് പുറത്തേക്ക് വരികയും റംലുവിന് ഇഷ്ടപ്പെടുന്ന ഒരു ജീവിതത്തിലേക്ക് റംലുവിന് എൻ്റർ ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്ന ഭയങ്കര പോപ്പുലർ സിനിമ അവസാനിക്കുന്നത്. ഇപ്പോൾ മഞ്ജുവിന്റെ ആ റൈറ്റിങ്ങിന്റെ സ്കില്ലുണ്ട്, അത് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ ഈ ലുക്ക് ശരിക്കും വളരെ ആദ്യം തന്നെ ഭയങ്കര വൈറലായിരുന്നു. ഇത് ശരിക്കും അങ്ങനെ തന്നെ പ്ലാൻ ചെയ്തത് തന്നെയാണ്. അത് ഈ എഴുതുമ്പോൾ ഒരു വർഷത്തിനായതുകൊണ്ട് എനിക്ക് വിനയന്റെ മുഖമാണ്
ഭയങ്കര എന്റെ പുകഴ്ത്തിയൊക്കെ സംസാരിക്കുന്നത്. വിനയുടെ ആ ലുക്ക് വൈറലായി, വിനയ ഈ ആക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇടവന്നേ. ഞാൻ മനസ്സിൽ ആലോചിച്ചപ്പോൾ തന്നെ ഒരു വർഷമാണല്ലോ. അപ്പൊ തന്നെ ഞാൻ ആലോചിച്ചു വിനയുടെ മുഖം വന്നു. എനിക്കൊരു മാനസികാവസ്ഥ ആലോചിച്ചു. അല്ല, ഈ എനിക്ക് ഇങ്ങനത്തെ ഒരു മുടി വേണം. ഞാൻ പല സിനിമകളിലും ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ പുറത്തെ സിനിമകളിലും കണ്ടിട്ടുണ്ട്. ഈ ഇത്തരത്തിലുള്ള മുടി അല്ലെങ്കിൽ ഒരു സ്വർണ്ണപ്പല്ല്, പിന്നെ അതിനകത്തൊരു മറക്, ഇതൊക്കെ ഇയാൾക്ക് മാച്ച് ആവുന്ന ഞങ്ങൾ കുറെ നോക്കിയിരുന്നു, കുറെ വരച്ചു. അതൊക്കെ ഡ്രോയിങ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ചൂസ് ചെയ്യുന്ന ഇയാൾക്ക് മാച്ച് ആവുന്നുള്ളതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു കഥാപാത്രം നമ്മൾ കൊടുക്കുമ്പോൾ അയാളുടെ ഒരു ലുക്കിൽ തന്നെ നമുക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയ കുറേ ഏരിയ നമ്മൾ സേഫ് ആണ്. അപ്പം അത് ഇവർക്കും ക്യാരക്ടേഴ്സിനും അത് ഭയങ്കര സപ്പോർട്ട്. ഇല്ല അല്ല, അത് ഒരു നമുക്ക് ഇരട്ടി ഇത് കിട്ടുമല്ലോ സീരിയസ്ലി. ഈ പറയുന്ന പോലെ മജു അങ്ങനെ ലുക്ക് ക്രിയേറ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഒരു 50% നമ്മൾ രക്ഷപ്പെട്ടു. കാര്യം അയാളെ കാണുമ്പോൾ തന്നെ ഒരു കൗതുകത്തിൽ നമ്മൾ പകുതി കൊണ്ടുപോയി പോകും, ബാക്കി പകുതി പണി എടുത്താണ്. ഇപ്പൊ മജുവിന്റെ ഈ സിനിമയെ ബന്ധപ്പെട്ട് ഇപ്പൊ ഒരാളുടെ ലുക്ക് ആണെങ്കിലോ അല്ലെങ്കിൽ ഒരാളുടെ കോസ്റ്റ്യൂം ആണെങ്കിലോ ആർട്ട് ആണെങ്കിലോ അല്ലെങ്കിൽ ക്യാമറ ആംഗിൾസ് എല്ലാത്തിലും മജുവിന് വളരെ കൃത്യമായിട്ടുള്ള ധാരണയുണ്ടായിരുന്നു. ഒരു കാര്യം ചോദിച്ചാൽ ബുദ്ധിമുട്ട് വരുന്നത് അത്രയും നല്ല രീതിയിൽ എല്ലാം എടുത്തു വെച്ചു. പക്ഷെ എനിക്ക് ആ അരഞ്ഞാണത്തിന്റെ സിനിമ മാത്രം കുറച്ച് അരോചകമായിട്ട് തോന്നിപ്പോയി. കാരണം നല്ല നല്ല ഒരു സിനിമയില് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. എല്ലാവർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാവില്ല. ഞാൻ ചോദിച്ചത് പറയാൻ വേണ്ടി. ഇല്ല, എനിക്കത് ഒരിക്കലും തോന്നിയിട്ടില്ല. എനിക്കത് വേറൊരു തരത്തിലൊന്നുമല്ല അതിന്റെ ട്രീറ്റ്മെന്റ്. അത് ഞാൻ അതിന്റെ കൂടുതൽ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്ത സിനിമ കാണാൻ വരുന്ന ആളുകളൊക്കെ കൃത്യമായിട്ടുള്ള പേർപ്പസ് എന്നാണ് എനിക്ക് സിനിമ കാണുമ്പോൾ. കാര്യം അങ്ങനെ ഒരു വിഷയം ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നു എന്നൊരു ചിന്ത. അതൊരു മെയിൻ പ്ലോട്ട് ചേഞ്ച് ആണ്. അതില്ലെങ്കിൽ സിനിമ ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, ഇത് പെരുമാനി എന്തായാലും ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ പൊന്മുടിയുടെ അറബ് പോലത്തെ സിനിമകളൊക്കെ തന്നെയാണ് എന്റെ റെഫറൻസ്. അപ്പൊ എനിക്കൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പൊ അവിടെ നമുക്ക് എന്താണ് ഒരു ഡിഫറെന്റ് ആയിട്ട് നമുക്ക് അവിടെ കാണിക്കാൻ പറ്റാന്നുള്ളവരുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ആദ്യം കളേഴ്സിലേക്ക് പോകും. പിന്നെ സിനിമാറ്റോഗ്രാഫി നമുക്ക് ഇത്തരം ആംഗിൾസ് ഉപയോഗിക്കാം, ഭയങ്കര വൈഡ് ലെൻസസ് ഉപയോഗിക്കണം. ഈ അപ്പം ചെയ്യുമ്പോൾ നമ്മളൊരു വീടിന്റെ കഥയാണ് പറയുന്നത്. അപ്പൊ അതിന് ഞാൻ കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ക്ലോസ് ഷോട്ട്സ് ഒക്കെ തന്നെയാണ്. അതിനകത്ത് മേജറായിട്ട് വരുന്ന ഇമോഷൻസ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ക്ലോസ് റേഞ്ചിലുള്ളതായിരുന്നു. അപ്പം അതിൽ നിന്ന് മാറി ഗ്രാമത്തിലേക്ക് വരുമ്പോഴത്തേക്കും അത്രയും വൈഡ് ലെൻസസും ഞങ്ങൾക്ക് ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ വരണം. അപ്പം അത്ര ആംഗിൾസ് ഉപയോഗിക്കണം, പലതരം കളേഴ്സ് ഉപയോഗിക്കണം. ഈ നാട് പ്രത്യേക തരം നാടാണെന്ന് നമുക്ക് ഫീൽ ചെയ്യിക്കുക എന്നുള്ള ഒരു അർത്ഥത്തിൽ തന്നെയാണ്. അപ്പോൾ വണ്ടികൾക്കാണെങ്കിൽ പ്രത്യേകതരം കളറുകൾ, കോസ്റ്റ്യൂംസ് പ്രത്യേകതരം. അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്ത് തന്നെ ചെയ്തതാണ്. പേടിയുണ്ട്, പക്ഷെ എനിക്ക് പരീക്ഷണങ്ങൾ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഈ അപ്പൻ സത്യത്തില് നല്ല പരീക്ഷണമായിരുന്നു. അത് വായിച്ചപ്പോൾ ആദ്യം കുറെ ആളുകളൊക്കെ എന്നോട് പറഞ്ഞു ഇതൊക്കെ ചെയ്താൽ ഇവിടുത്തെ പ്രേക്ഷകർ സ്വീകരിക്കുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അതിന്റെ ഇന്റർവൽ സീക്വൻസിൽ വരുന്ന സംഭവമൊക്കെ. അപ്പം അത് പക്ഷെ എനിക്ക് തന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. നമുക്ക് പരീക്ഷണങ്ങൾ ചെയ്യാൻ, കാണാത്ത കഥകൾ കാണിക്കുവാനും, അല്ലെങ്കിൽ ഇവിടെ പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ കാണിക്കാനും ചെയ്യുവാനൊക്കെ ഇവിടെ ആളുകൾ സ്വീകരിക്കുന്നുള്ള ഒരു കോൺഫിഡൻസും ഒരു ധൈര്യമൊക്കെ എനിക്ക് വന്നിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പെരുമാനിലേക്ക് വരുമ്പോഴും എനിക്ക് ഇതിനകത്തും അത്തരത്തില് നമ്മള് ആളുകൾ പറയാത്ത കഥകൾ ഇതൊക്കെ നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഇതൊരു അപ്പന്റെ വിജയ ഒരു ബാധ്യത തന്നെയായിരുന്നു. പക്ഷെ എനിക്ക് ഇതിന്റെ ഒരു കോൺഫിഡൻസിലും ഭയങ്കര വിശ്വാസമായിരുന്നു. പിന്നെ എന്റെ ആക്ടേഴ്സിലും എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. അവര് എല്ലാവരും ഇഷ്ടപ്പെടുത്തും എന്ന് എനിക്കറിയായിരുന്നു. ആത്യന്തികമായിട്ട് ഇത് ഇവരുടെ സിനിമയാണ്. കാര്യം ഇവരെങ്ങനെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ. അവര് മോശമായിട്ട് ചെയ്താൽ സിനിമയില്ല, സിനിമയ്ക്ക് നിലനിൽക്കില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇവരുടെ ഒരു പെർഫോമൻസിന്റെ ഒരു വിശ്വാസത്തിൽ തന്നെ ഞാൻ
മുന്നോട്ട് പോകുമായിരുന്നു. അപ്പം അത് എനിക്ക് എല്ലാവരും ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് പറഞ്ഞ മെയിൻ കാര്യം ഇതിൽ എഴുതുന്ന ആക്ടേഴ്സ് അവര് ഡയലോഗ് പറയുന്ന ആളുകളും വൃത്തിയായിട്ട് ഇപ്പോൾ ബാക്ക്ഡ്രോപ്പിൽ നിൽക്കുന്ന ആളുകൾ പോലും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഒരുപാട് റിവ്യൂസ് ഒക്കെ വന്നു. അപ്പം ബാധ്യതയായോ എന്ന് ചോദിച്ചാൽ ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ 2 ഷോ നടത്തിയപ്പോഴും ഞാൻ തിയേറ്ററിനകത്തേക്ക് കയറില്ല, പുറത്ത് തന്നെ കറങ്ങി കിടക്കായിരുന്നു. പക്ഷേ റിവ്യൂസ് വരുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ആക്സെപ്റ്റ് ചെയ്യുന്ന അറിഞ്ഞാലും വളരെ സന്തോഷമുണ്ട്. ഇങ്ങനത്തെ കഥകൾ വരുന്നുണ്ടല്ലോ ഇതിനോട് സിനിമ ചെയ്യാൻ പറ്റി. എല്ലാ സിനിമകളിലും നമുക്ക് നന്നായിട്ട് അഭിനയിക്കാനും അങ്ങനെ പറ്റണമെന്നില്ലല്ലോ. പക്ഷെ ഒരു സ്റ്റാർ അല്ലാത്ത ഒരു ആക്ടറിനെ സംബന്ധിച്ച് നമ്മൾ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള സാധനമാണ്. അപ്പൊ നമ്മള് പറയുന്ന പോലെ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുക, അതിൻ്റെ ഇടയിൽ ഒരു സാധനം കിട്ടും, അത് നന്നായി ചെയ്യാൻ ശ്രമിക്കുക. ആ നന്നായിട്ട് ചെയ്യുമ്പോൾ പെരുമാറിന്റെ കഥാപാത്രം ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുന്നതിന്റെ പേർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ മെജോറിറ്റി ആളുകൾ ആ ക്യാരക്ടറിനെ അപ്രീഷിയേറ്റ് ചെയ്തു. ഈ ക്യാരക്ടർ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടണം എങ്കിൽ ഈ സിനിമ ആളുകൾ കാണണം. ഈ സിനിമ ആളുകൾ കാണുമ്പോഴാണ് ആ സിനിമ വിജയിക്കുന്നത്. ഒരു വിജയിച്ച സിനിമയിൽ മാത്രമേ നമുക്ക് ഗുണമുണ്ടായിട്ടുള്ളൂ, നല്ലൊരു വേഷം വരും. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുക എന്നുള്ളതാണ്. ബാക്കി പരിപാടികളൊക്കെ നടന്നോളൂ. പിന്നെ ഞാൻ ബ്ലെസ്ഡ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതായത് എനിക്ക് ഇത്തരം കഥാപാത്രങ്ങൾ ഇപ്പം ഈ വർഷം തന്നെ എനിക്ക് 3 പ്രിയപ്പെട്ട സിനിമകൾ റിലീസ് ചെയ്തു. സോമന്റെ ലാസ്റ്റ് ഇയർ ആയിരുന്നു. പക്ഷെ ഈ ആട്ടം ഈ പറയുന്ന ഇപ്പൊ നമ്മളൊരു ഈ പറയുന്ന ഗംഭീര സിനിമകൾ മലയാള സിനിമകളിൽ ഈ വർഷം ഉണ്ടായിരുന്നു. തുടക്കം ആട്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുശേഷം ഞങ്ങൾ ഒരു ഇൻഡിപെൻഡന്റ് സിനിമ ഫാമിലി എന്ന് പറഞ്ഞിട്ട് ഡോൺ ഭാരതരാണ്. അതായിരിക്കും 10-25 ഇന്റർനാഷണൽ ഫെസ്റ്റിവലിൽ ട്രാവൽ ചെയ്ത സിനിമ. അതിനുശേഷം പെരുമാറി വരും. 3ഉം എനിക്ക് പ്രിയപ്പെട്ട സിനിമകളാണ്. 3ലും എനിക്ക് ഭയങ്കര സ്നേഹം തോന്നുന്ന ഭയങ്കര ഗംഭീര വേഷങ്ങളാണ്, ഗംഭീര ക്യാരക്ടേഴ്സാണ് കിട്ടിയത്. അത് ഞാൻ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് കാണുന്ന ആളുകൾ ചെയ്തത്. ഒരുപാട് പെർഫോം ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യം ശ്രദ്ധിക്കാനുണ്ട്, ഒരുപാട് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് നരയിക്കുന്ന സമയത്ത് എത്രത്തോളം ആ ക്യാരക്ടർക്ക് ഇൻവോൾവ് ആവാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്? ഫസ്റ്റ് ഓഫ് ഓൾ മജുപ്പേൻ്റെ സിനിമയെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. കാരണം അപ്പൻ എന്ന സിനിമ എനിക്ക് വളരെ പ്രിയപ്പെട്ട സിനിമയാണ്. അപ്പം ഈ സ്ക്രിപ്റ്റിലെ ഈ ഫാത്തിമ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു നാട്ടിൻ പുറത്ത് എന്ന് വെച്ചാൽ ഞാൻ കൂടുതലും അങ്ങനത്തെ ഒരു ക്യാരക്ടർ എനിക്കിതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം അത് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ക്യാരക്ടറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ ഈ പോസ്റ്റേഴ്സിലൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഞാൻ കുറച്ച് വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. ക്യാരക്ടറിനായിട്ട് 8 kgs കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ. കാരണം നമ്മളല്ലാതെ ആകുന്നതാണല്ലോ ശരിക്കും ആ ഒരു പരിപാടി നമുക്ക് ഇഷ്ടപ്പെടുക. എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു പരിപാടി പിടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതേപോലെ 3 മാസം മുന്നേ തന്നെ നമ്മൾ എവിടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ത്രെഡ് ചെയ്തത്, വാക്സ് ചെയ്തത്, നാട്ടിൻപുറത്തുള്ള ആ ഒരു പരിപാടിയാണ് വേണ്ടത്. അതേപോലെ സ്ക്രിപ്റ്റ് മൊത്തത്തിൽ വായിച്ചപ്പം ആ ക്യാരക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും ആ ക്യാരക്ടറിൽ എത്രത്തോളം നമുക്ക് ഇൻവോൾവ് ആവാൻ പറ്റുന്നുള്ളത് ആ ഒരു സ്ക്രിപ്റ്റിൽ തന്നെ എനിക്ക് ഇറ്റ് വാസ് ലൈക്ക് മാജിക്. എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് വർക്ക് ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. അപ്പോൾ അതിനായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഹാപ്പിയാണ്. അതുപോലെ സിനിമയിൽ ആദ്യം തൊട്ട് ഒരു സമയം വരെ വണ്ടികളൊക്കെ അതുപോലെ ഏതാണ് ഈ സ്ഥലത്ത് ഏത് സ്ഥലത്താണ് ഈ കഥ നടക്കുന്നത് എന്ന് മനസ്സിലാവാത്ത രീതിയിൽ വണ്ടികളുടെ നമ്പർ പ്ലേറ്റ് ഇല്ല. ആകെ ഒരു വണ്ടിക്ക് മാത്രമേ അതിനകത്ത് നമ്പർ പ്ലേറ്റ് ഞാൻ കണ്ടുള്ളൂ. അപ്പൊ അതൊക്കെ ഏത് സ്ഥലമാണ്, ഏത് സ്ഥലത്തിന്റെ അങ്ങനെ ഒരു സ്ഥലത്തിന്റെ കഥയാണെന്ന് പറയാൻ പിന്നീട് വരുന്നത് സാഹചര്യം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് മനസ്സിലാക്കി. അങ്ങനെ ഒരു മലയാളം സംസാരിക്കുന്ന ഏതോ ഒരു നാടെന്നുള്ള കോൺസെപ്റ്റ് തന്നെയായിരുന്നു അത്. കൃത്യമായ ഒരു നാടൊന്നുമില്ല.
അച്ഛനോടൊക്കെ പറഞ്ഞിരുന്ന വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സംസാരിക്കാൻ പ്രത്യേക സ്ലാങ് പിടിക്കണമെന്നില്ല. പിന്നെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഇപ്പോൾ വിനയൊക്കെ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു രീതിയിൽ സംസാരിക്കുമ്പോൾ കിട്ടുന്നൊരു ഫണ്ണുണ്ട്. അപ്പോൾ അതൊക്കെ വേണ്ടിയിട്ടാണ് വിനയൊക്കെ ചെയ്തത്. ഇവർക്ക് അതിനുള്ള ഫ്രീഡം ഉണ്ടായിരുന്നു. നമ്മൾ നാടും ഇത് എവിടെയാണ് ഒന്നും നമ്മൾ കൃത്യമായിട്ട് പ്ലാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ എവിടെ അത് നമുക്ക് കാണുന്ന സംഭവങ്ങളാണല്ലോ പിന്നെ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് അതൊക്കെ ഒഴിവാക്കിയത്. ഇതിന്റെ ലുക്ക് ഒരു ഫംഗ്ഷൻ വന്നപ്പോൾ ഇന്ന് ട്രോളിയൊക്കെ നോക്കുമ്പോൾ വളരെ ചിരിച്ച് അല്ലെങ്കിൽ അത്ര അക്സെപ്റ്റ് ചെയ്തു. ഇതൊക്കെ എന്ത് തോന്നുന്നു അന്ന് ട്രോളിയൊക്കെ അന്നത്തെ ട്രോള് നോക്കിയിരുന്നു. എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ നെഗറ്റീവ് ട്രോൾസ് ഉണ്ടായില്ല. അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുന്ന പോലെയുള്ള ട്രോളുകളൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഞാൻ നേരത്തെ പറയാം, നമ്മൾ ഈ കമേഴ്ഷ്യൽ സിനിമകൾ അഭിനയിക്കുന്ന ഒരാളായതുകൊണ്ട് ഈ പോപ്പുലാരിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സിനിമകൾ അഭിനയിച്ച് വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അത് വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റും. നമ്മൾ ഈ പോപ്പുലർ ആയിരിക്കുക, നമ്മൾ ആളുകളുടെ ഇടയിൽ ഉണ്ടാവുക, ആളുകൾ എപ്പോഴും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുക എന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ എൻ്റെ ആ ഒരു ഏരിയ തന്നെ ഭയങ്കര വീക്കാണ്. ഞാനങ്ങനെ സിനിമയിൽ അഭിനയിക്കും, വീട്ടിൽ പോകും, ആരെങ്കിലും എന്നെ വിളിച്ച് വീട്ടിൽ സിനിമയിൽ അഭിനയിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ പോകുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ആകെയുള്ള ആഗ്രഹം ഇപ്പോൾ ആ ഉണ്ടായ പോപ്പുലാരിറ്റി ഇപ്പോൾ കിട്ടിയ ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചു. അന്ന് കൊണ്ടുവന്ന് മറ്റേ സിനിമ ഞാൻ അന്ന് പറഞ്ഞാണ് പോകരുത്. പക്ഷെ അങ്ങനെ നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒരു സിനിമയാണ്. ഹനീഫിന്റെ വളരെ അടുത്ത സുഹൃത്താണ്. അവിടെ പ്രസ് മീറ്റിന് പോകുമ്പോൾ പോവാതിരിക്കുക എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ഇയാളെ അവസ്ഥയിലാക്കി വെച്ചിരുന്നല്ലോ. ഒരു കല്യാണത്തിലൂടെ പോകാൻ പറ്റില്ല. ഒരു 50-55 ദിവസം ഒരു കല്യാണത്തിലൂടെ പോകാൻ പറ്റാത്ത അവസ്ഥയിൽ സംവിധായകൻ ലോക്ക് ചെയ്തിരുന്നു. അങ്ങനെ പോകുമ്പോൾ ആളുകൾക്ക് ഭയങ്കര ഫണ്ണിയായി ഫീൽ ചെയ്യുമല്ലോ. അപ്പോൾ പ്രസ് മീറ്റിന് പോകാണ്ടിരിക്കുക ഇതാണ് ഒരു ഒട്ടും എത്തിക്കൽ അല്ലല്ലോ. നമ്മൾ ബീങ് എ പ്രൊഫഷണൽ നമ്മൾ അവര് എല്ലാത്തിനും കൂടെ ഉള്ള പൈസ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്ത് ഇയാളാണ്. ഞാൻ ഭയങ്കര സൂപ്പർ ടാലന്റഡ് ഡയറക്ടർ. പെരുമാനിയെ കുറിച്ച് അന്ന് നമുക്ക് പറയാനുള്ള സ്പേസ് ഉണ്ടാക്കി തന്നിരുന്നു. അങ്ങനെയൊന്നുമില്ലല്ലോ. നമ്മൾ എക്സൈറ്റ് ചെയ്യുന്ന സിനിമകൾ ചെയ്യാറില്ല. ഞാൻ എല്ലാത്തരം സിനിമകളും ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ പെരുമാനി ചെയ്തു. ഈ വർഷം ഇറങ്ങിയ സിനിമകൾ മാത്രമല്ല, എനിക്ക് വാട്ടം പോലൊരു സിനിമ ചെയ്തു, ഫാമിലി പോലൊരു സിനിമ ചെയ്തു. പെരുമാനി ആബ്സല്യൂട്ട്ലി ഒരു കമേഴ്ഷ്യൽ സോണിൽ നിൽക്കുന്ന ഭയങ്കര തിയേറ്ററിക്കലായിട്ടുള്ള ഹ്യൂമറസ് ആയിട്ടുള്ള സിനിമയാണ്. ഈ സിനിമയും ചെയ്തു. ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റേ ഓടുകുതിര ചാടുകുതിര എന്നുള്ള അൽത്താഫിന്റെ സിനിമ ഫഹദാക്കിയിട്ട്. അപ്പോൾ ഏത് തരം സിനിമയാണെങ്കിലും നമ്മളെ ആ സിനിമ കൺവിൻസ് ചെയ്യുക, ആ കഥാപാത്രം നമുക്ക് എക്സൈറ്റിംഗ് ആയി തോന്നുന്ന അത്രേ ഉള്ളൂ. Thank you so much for the compliment. സിനിമകൾ ഒരുപാട് കിട്ടിയിട്ട് അങ്ങനെയല്ലല്ലോ പരിപാടി. നമുക്ക് നല്ല സ്ക്രിപ്റ്റ് ഉണ്ട്, നല്ല നല്ല പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ കിട്ടുമ്പോഴാണ് ശരിക്കും നമുക്ക് ഒരു സിനിമ നമ്മൾ കൺഫേം ചെയ്യുന്നത്, കമ്മിറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഒരുപാട് സിനിമകൾ അങ്ങനെ ചെയ്യുന്നതല്ല, നല്ല പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ഓക്കെ പറയും. അതിനൊരു ഉദാഹരണമാണ് പെരുമാനി. ഡെഫിനറ്റ്ലി. കാരണം അത്രയും അടിപൊളിയായിട്ട് എനിക്ക് എന്നെ എന്താ പറയുക ഡയറക്ടേഴ്സ് ആക്ടർ എനിക്ക് പറയാൻ പറ്റും, കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും. ഞാൻ അത്ര മാത്രം എന്നെ മജുക്ക് ഹെൽപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട് ടു മോൾഡ് ആസ് എൻ ആക്ടർ. മലയാളത്തിൽ മാത്രം വിളിയൊക്കെ വരുന്നുണ്ടോ? പക്ഷെ പ്രശ്നം എന്താണെന്ന് അറിയോ, അത്യന്തിക കണ്ണീർ സീനാണല്ലോ. നമ്മള് ഒരു സ്റ്റാർ പോയിട്ട് എനിക്ക് എല്ലാ മാസവും വരും. എല്ലാ മാസവും ഇപ്പൊ നിങ്ങളുടെ ഭയങ്കര എക്സൈറ്റിംഗ് തോന്നുന്ന പ്രൊജക്ട് വരും. പക്ഷെ ഞാൻ ഫേസ് ചെയ്യുന്ന വിഷയം എനിക്ക് ഇവിടെ സിനിമ തുടർച്ചയായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അൺലെസ് യു ആർ എ സ്റ്റാർ. ഞാൻ കഴിഞ്ഞ ദിവസം ഫഹദിനോട് പറഞ്ഞു, ഫഹദ് പോയിട്ട് പുറത്ത് ഒരു വലിയ പരിപാടി ചെയ്യുമ്പോൾ
ഫഹദ് ഹെവിലി റെമ്യൂണറേറ്റഡ് ആയിരിക്കും. ഞാൻ പുറത്തുപോയിട്ട് ചെയ്യുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എനി അതർ ആക്ടറാണ് അവരെ സംബന്ധിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഒന്ന് ഞാൻ പ്രോപ്പർലി റെമ്യൂണറേറ്റ് ചെയ്യപ്പെടില്ല. പിന്നെ അന്യഭാഷ സിനിമയുടെ അവർക്ക് നമ്മളെ വേണ്ടത് 4 മാസത്തിൽ 20 ദിവസമൊക്കെ ഇരിക്കും. 4 മാസമാണ് ഞാൻ മലയാളത്തിൽ 3 സിനിമ ചെയ്യും. അപ്പോൾ ഞാൻ 4 മാസം അവർ പറയുന്ന ഒരു ലുക്കിൽ ലോക്കായി നിൽക്കുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എൻ്റെ മലയാളത്തിൽ 3 സിനിമയും പോകും, അല്ലെങ്കിൽ മലയാളത്തിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്ന സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും മലയാളത്തിൽ നമുക്ക് ഉണ്ടാകുന്ന കരിയറും അതിലോട്ട് ബാധിക്കും. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് എന്തെങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ടൈം കൺസ്യൂമിങ് അല്ലാത്ത പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യും. അല്ലാതെ ഇപ്പോൾ വലിയ എനിക്ക് എൻ്റെ വിജയ് സാറിൻ്റെ പടത്തിൽ വിളിച്ചിട്ടുണ്ട്, മഹേഷ് ബാബു സാറിൻ്റെ പടത്തിൽ വിളിച്ചിട്ടുണ്ട്, അതായത് ബീസ്റ്റ് പോലെയുള്ള സിനിമകൾ അങ്ങനെ പറയുമ്പോൾ കുറേ സീരീസ് വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ ഫേസ് ചെയ്ത വിഷയം നമ്മൾ ഒട്ടും റെമ്യൂണറേറ്റ് ചെയ്യപ്പെടില്ല. അതായത് മലയാള സിനിമയിൽ കിട്ടുന്ന പൈസ കൂടി അവർ നമുക്ക് തരില്ല. പക്ഷെ അവർക്ക് നമ്മളിൽ നിന്ന് വേണ്ട ഡ്യൂറേഷൻ ഓഫ് ടൈം, അതായത് ചിലപ്പോൾ എന്നൊരു ഫിക്സ് ടൈം ഒന്നുമില്ല. വലിയ സ്റ്റാറിൻ്റെ പടത്തിൽ ആ സ്റ്റാറിൻ്റെ ടൈം ആയിരിക്കും നമ്മൾ. അത് എൻ്റെ കരിയറിൻ്റെ ഈ ടൈമിൽ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ മലയാളത്തിൽ എനിക്ക് ഒരുപാട് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ അവസാനം ചെയ്ത സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മാലിക്, ചുരുളി, കനകംകാമലി കലാപം, മറ്റേ പെരുമാലി, ആട്ടം, ഫാമിലി, അങ്ങനെ ഞാനിവിടെ എക്സ്ട്രീംലി ഹാപ്പിയാണ് എനിക്ക് കിട്ടുന്ന വേഷങ്ങളിലും ഞാൻ ചെയ്യുന്ന സിനിമകൾ. അപ്പോൾ അങ്ങനെ അതിനെ ബ്രേക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ ഞാൻ ആലോചിക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ഞാൻ കടിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ 4 മാസം പോയി കിടന്നു, 25 ദിവസം പണിയെടുത്ത് ഒരു സാമ്പത്തിക ലാഭങ്ങളാണ് തിരികെ വരില്ല. ഐ എം ഹാപ്പി വിത്ത് മലയാളം ഫിലിം ഇൻഡസ്ട്രീസ്. വിജയുടെ ഫിലിം റിജക്ട് ചെയ്താൽ ബോട്ടായിരുന്നു റിജക്ട് ചെയ്യാനല്ല, റിജക്ഷൻ അല്ലത് ശരിക്കും. അപ്പൊ എന്നോട് ഡയറക്ടർ വന്നു, എന്നോട് ചെന്നൈയിൽ ചെല്ലാൻ പറഞ്ഞു. എനിക്ക് ചെന്നൈയിൽ പോകാൻ പറ്റില്ല, കാര്യം ഞാൻ ചെയ്യുന്ന ചെറിയ സിനിമകളാണ്. അപ്പൊ ഞാൻ 30 ദിവസം ഷൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ദിവസം ഞാനവിടെ ഉണ്ടാവണം. എന്നിട്ട് നെൽസൺ എന്ന് പറഞ്ഞ ഡയറക്ടർ എന്നോട് സൂമിൽ വരാൻ പറഞ്ഞിട്ട് ഞാനും അദ്ദേഹത്തോട് ഒരു 1/2 മണിക്കൂർ പുള്ളിക്ക് ഫുൾ ക്യാരക്ടർ ഡീറ്റെയിലിംഗ് പരിപാടിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അൾട്ടിമേറ്റ്ലി ഈ പറയുന്ന പോലെ ഒരു റെമ്യൂണറേഷൻ്റെ പരിപാടിയൊക്കെ വരുമ്പോൾ നമുക്ക് സാധാരണ ഒരു മലയാള സിനിമ കിട്ടുന്ന റെമ്യൂണറേഷൻ കൂടി പലപ്പോഴും തരാൻ പറ്റില്ല. നമ്മൾ അതും കൂടെ ആലോചിക്കണം. അവർ 100-100 കോടി രൂപയുടെ സിനിമ ചെയ്തിട്ട് നമ്മളിവിടെ കുഞ്ഞു സിനിമകൾ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ കൂടുതൽ റെമ്യൂണറേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള ഫാക്ടർ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളുടെ വാല്യൂബിൾ ആകുക എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. നമ്മൾ വിലയുള്ള ഒരാളാകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വില തന്നെ അവർ വിളിക്കും. പാർട്ട് ടൈം വില വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ പീസ്ഫുൾ ആയിട്ട് നമ്മുടെ സുഹൃത്തുക്കളിലൊക്കെ പടം ചെയ്ത് ഹാപ്പി ആയിട്ട് ജീവിക്കുക അത്യന്തികമായിട്ട് ലൈഫാണ്. പീസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് എനിക്കങ്ങനെ ഞാൻ അത്ര അംബീഷ്യസ് ആണെന്ന് എനിക്ക്